ഹലോ എവരിവൺ, ഇതെൻ്റെ യൂട്യൂബിലെ രണ്ടാമത്തെ വീഡിയോ ആണ്. ഇതിനു മുമ്പ് ഞാനൊരു വീഡിയോ റെക്കോർഡ് ചെയ്ത് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം ഇന്ന് രാവിലെ ഞാൻ എണീക്കുന്ന സമയത്ത് എനിക്കൊരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്നൊരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ലെങ്ത് ഉള്ള ഒരു വീഡിയോ റെക്കോർഡ് ചെയ്ത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യണം എന്നുള്ളത്. അതുകൊണ്ട് തന്നെ കുളിക്കുന്ന സമയത്തും അല്ലെങ്കിൽ ഡ്രസ്സ് എടുക്കുന്നൊക്കെ സമയത്തൊക്കെ ഈ ഒരു ചിന്ത മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. ഇന്ന് എങ്ങനെയെങ്കിലും ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ ഒരു 10 മിനിറ്റ് ലെങ്ത്തുള്ള ഒരു വീഡിയോ ചെയ്യണം. എന്തിനെക്കുറിച്ച് സംസാരിക്കണം, അതിനെക്കുറിച്ച് ഇങ്ങനെ കുറേ ചിന്തിച്ച് ഒക്കെ കുറേ എന്നോട് തന്നെ സംസാരിച്ചിരുന്നു. അങ്ങനെ ഞാൻ റെഡിയൊക്കെ ആയി ഓഫീസിൽ വന്നൊരു 9 മണിക്കൊക്കെ ആയി. ആ സമയത്ത് ഞാൻ എന്ത് ചെയ്തു, എൻ്റെ സിസ്റ്റമൊക്കെ തുറന്ന് വർക്ക് ചെയ്യാൻ തുടങ്ങുന്നതിന് മുമ്പ് ഞാൻ വിചാരിച്ചു എന്തായാലും ഒരു വീഡിയോ ഷൂട്ട് ചെയ്യാം അല്ലെങ്കിൽ റെക്കോർഡ് ചെയ്യാമെന്ന് വിചാരിച്ചു. അങ്ങനെ എൻ്റെ ഫോൺ എടുത്ത് ഞാൻ മൈക്കൊക്കെ കണക്ട് ചെയ്ത് റെക്കോർഡ് ബട്ടൺ പ്രസ് ചെയ്ത് സംസാരിക്കാൻ തുടങ്ങിയതിന് ശേഷം എന്താ അറിയില്ല, എനിക്ക് പറയാനുള്ള കാര്യങ്ങൾ ഞാൻ ടോട്ടലി മറന്നുപോയി. എൻ്റെ മൈൻഡ് ഫുള്ള് ബ്ലാങ്ക് ആയി. ചില സമയത്ത് ഞാൻ പറയുന്ന കാര്യങ്ങൾ എന്താ പറയുക, ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കുടുങ്ങി കിടക്കുന്നുണ്ട്. പിന്നെ കുറേ റീടേക്ക് ഒക്കെ എടുത്ത് അങ്ങനെ ലാസ്റ്റ് റീടേക്ക് ആണ് ഇത്. ഞാൻ കുറേ കാലമായി യൂട്യൂബ് തുടങ്ങണം, ഒരു ലെങ്ത് ആയിട്ടുള്ള ഒരു വീഡിയോ എടുക്കണം എന്നൊക്കെ ഇങ്ങനെ വിചാരിക്കാൻ തുടങ്ങിയിട്ട്. കാരണം ഞാനിപ്പം യു എയിൽ ഒരു 5 കൊല്ലമായി വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. 5 കൊല്ലും എനിക്ക് സെയിം റൊട്ടീൻ തന്നെയാണ്. രാവിലെ 9 മണിക്ക് എണീക്കുന്നു, തിരിച്ച് ഒരു 6 മണിക്ക് റൂമിലെത്തുന്നു, കുറച്ച് എന്തെങ്കിലും ഫുഡ് ഉണ്ടാക്കുന്നു, ഫുഡ് കഴിക്കുന്നു, ഉറങ്ങുന്നു, വീണ്ടും 9 മണിക്ക് പിറ്റേ ദിവസം രാവിലെ പണിക്ക് പോകുന്നു. ഇത് തന്നെയാണ്. ഇങ്ങനെ ചെയ്ത് ചെയ്ത് എന്താ പറയുക, എനിക്ക് തന്നെ മടുത്തെന്ന് പറയാം. ഞാൻ പലപ്പോഴും വിചാരിക്കും എന്താ പറയുക, നാട്ടിലൊക്കെ പോകണം, ഇവിടെയൊക്കെ മതിയാക്കി പോകണം. പക്ഷേ പല കമ്മിറ്റ്മെന്റ്സും അതുപോലെ തന്നെ പല റെസ്പോൺസിബിലിറ്റീസ് ഒക്കെ ഉണ്ടായതുകൊണ്ട് എനിക്ക് മതിയാക്കി പോകാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു നാൾ ഞാൻ എന്തായാലും മതിയാക്കി പോകും. അതിൻ്റെ ഒരു തുടക്കം എന്ന രീതിയിലാണ് ഞാൻ എന്ത് ചെയ്യുക, ഈ ഒരു വീഡിയോ ഒക്കെ ഇങ്ങനെ റെക്കോർഡ് ചെയ്യുന്നത്. എൻ്റെ ഡെയിലി ലൈഫ് അല്ലെങ്കിൽ ഡെയിലി റുട്ടീൻ എന്താണ്, എങ്ങനെയാണ് ഞാൻ മതിയാക്കി പോകുന്നത്, അല്ലെങ്കിൽ അതിലേക്ക് എങ്ങനെയാണ് എത്തുന്നത്, ഇതുപോലൊരു കുറേ വീഡിയോസ് എടുക്കണം അല്ലെങ്കിൽ നിങ്ങൾക്ക് കാണിച്ചു തരണം. ആ ഒരു ലക്ഷ്യത്തോടെയാണ് ഈ യൂട്യൂബ് ചാനൽ എന്തായാലും തുടങ്ങിയിട്ടുള്ളത്. ഞാൻ ഈ ഒരു 5 കൊല്ലത്തിൻ്റെ ഇടയിൽ ഞാനൊരു ഇവിടെ മതിയാക്കി പോകാൻ വേണ്ടി ശ്രമിച്ചിട്ടുണ്ടായിരുന്നു. ആ സമയത്ത് ഞാൻ നാട്ടിൽ പോകുന്ന സമയത്ത് ഇതുപോലെ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങണം എന്ന് വിചാരിച്ചു. ആ സമയത്ത് എൻ്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. ഒരു ഫോൺ ഉണ്ടായിരുന്നില്ല, ഒരു മൈക്ക് ഉണ്ടായിരുന്നില്ല, ഒന്നും ഉണ്ടായിരുന്നില്ല. പക്ഷെ കുറേ സമയം ഉണ്ടായിരുന്നു. ആ സമയത്ത് എനിക്കൊന്നും ചെയ്യാനും പറ്റിയില്ല. തിരിച്ച് ഞാൻ യുഎഇയിൽ വന്ന് കുറച്ച് പണിയൊക്കെ എടുത്ത് ഒരു നല്ലൊരു ഫോണും നല്ലൊരു മൈക്കൊക്കെ വാങ്ങി എന്ത് ചെയ്തു, ഇപ്പൊ ഞാൻ നേരിടുന്ന ഒരു പ്രശ്നം വെച്ചാല്, എന്റെ മുന്നിൽ കുറേ സമയമുണ്ട്. പക്ഷെ എന്റെ മുന്നിൽ ഇതേപോലെ കുറേ സാധനങ്ങളുണ്ട്. പക്ഷെ എനിക്ക് തീരെ സമയമില്ല. മൈക്കുണ്ട്, ക്യാമറ ഉണ്ട്, എല്ലാം ഉണ്ട്. പക്ഷെ സമയമില്ല ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം 9 മണിക്ക് കഴിഞ്ഞ് 6 മണിക്ക് തിരിച്ച് റൂമിലെത്തി കഴിഞ്ഞ് പിന്നെ ഫുള്ള് ടയേർഡ് ആയിരിക്കും. ആ സമയത്ത് വീഡിയോ ചെയ്യാന്ന് പറയുന്നത് തന്നെ എന്താ ഒരു ബോറിംഗ് അല്ലെങ്കിൽ ഒരു മടിയൊക്കെ ഫീൽ ചെയ്ത് ഞാൻ പിന്നെ ചെയ്യാറുമില്ല. എന്തായാലും ഒരു മാറ്റം അനിവാര്യമാണ്. ആ ഒരു മാറ്റത്തിന് വേണ്ടിയിട്ടാണ് ഇതുപോലുള്ള പല തുടക്കങ്ങളും ഞാൻ തുടങ്ങുന്നത്. കാരണം നമുക്കറിയാം, ഞാൻ മനസ്സിലാക്കിയ ഒരു കാര്യം സംതിങ് ഈസ് ബെറ്റർ ദാൻ നത്തിങ് എന്നാണ്. നമ്മൾ വെറുതെ ഇരിക്കുന്നതിനെക്കാട്ടി എത്രയോ നല്ലതാണ് എന്തെങ്കിലും കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. നമ്മൾ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്താൽ നമുക്ക് ലൈഫിൽ എപ്പോഴെങ്കിലും ഒരു മാറ്റം നമുക്ക് എന്തായാലും കാണാൻ പറ്റും. പ്രത്യേകിച്ച് സോഷ്യൽ മീഡിയ പോലുള്ള പ്ലാറ്റ്ഫോം, അതിപ്പം യൂട്യൂബ് ആയാലും ഇൻസ്റ്റാഗ്രാം ആയാലും വേറെ ഏത് സോഷ്യൽ മീഡിയ ആയാലും നമ്മൾ ഇതുപോലെ വീഡിയോസ് അല്ലെങ്കിൽ കാര്യങ്ങളൊക്കെ ചെയ്ത് അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് നമുക്ക് നമ്മുടെ സ്കിൽ ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. നമ്മുടെ കമ്മ്യൂണിക്കേഷൻ ആയാലും അല്ലെങ്കിൽ പ്രസന്റേഷൻ, സ്റ്റോറി ടെല്ലിങ്, ഇതുപോലുള്ള സ്കില്ല് നമുക്ക് ഓട്ടോമാറ്റിക് ആയിട്ട് തന്നെ നമുക്ക് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റും. അതുകൊണ്ട് തന്നെ ഇതൊരു നല്ലൊരു ഫീച്ചർ ആണെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. ഞാൻ ഇങ്ങനെയുള്ള വീഡിയോ ഇടുന്നതിന്റെ മെയിൻ ഉദ്ദേശം അത് തന്നെയാണ്. എനിക്ക് എൻ്റെ സ്കില്ല് ഇമ്പ്രൂവ് ചെയ്യണം. എനിക്കറിയാം എൻ്റെ ഈ വീഡിയോസ് ഒന്നും ആരും തന്നെ ഒരു ഇനീഷ്യലി വാച്ച് ചെയ്യാൻ പോകുന്നില്ല. കാരണം ഞാൻ ഇന്നലെ ഇട്ട വീഡിയോക്ക് തന്നെ ഏകദേശം ഒരു 5 വ്യൂസോ ഒറ്റാ ഉള്ളത്. അതുപോലെ തന്നെ ഒരു സബ്സ്ക്രൈബർ, ഒരു ലൈക്ക്. ആ സബ്സ്ക്രൈബർ ഞാൻ തന്നെയാണ്. ആ ലൈക്ക് ഇട്ടതും ഞാൻ തന്നെയാണ്. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം അതൊരു നല്ലൊരു കാര്യമാണ്. കാരണം ഞാനിപ്പോൾ ഒരു ഇനീഷ്യൽ ഒരു 20 അല്ലെങ്കിൽ ഒരു 30 വീഡിയോ ഒക്കെ ഇടുന്ന സമയത്ത് എന്നെ ആരും ജഡ്ജ് ചെയ്യാൻ വരില്ല. ആ സമയത്ത് എനിക്ക് ഇഷ്ടം പോലെ രീതിയിൽ പല കാര്യങ്ങളും ഇങ്ങനെ എന്ത് ചെയ്യുക, ടെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യുക വീഡിയോ ഇട്ടിട്ടൊക്കെ. അപ്പോൾ അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അപ്പം എന്തായാലും ഇത്രയേ ഉള്ളൂ. ഇപ്പം ഏകദേശം ഒരു 10 മണി ആവാനായി. അപ്പം ഇന്ന് ഒരു വെള്ളിയാഴ്ച ദിവസമാണ്. വെള്ളിയാഴ്ച ഓഫീസിൽ വലിയ രീതിയിൽ പണിയൊന്നുമില്ല. അപ്പം വീണ്ടും കുറച്ച് എന്തെങ്കിലും പണിയൊക്കെ എടുത്ത് വീണ്ടും ഒരു 6 മണിയാകുമ്പം റൂമിലേക്ക് പോകണം. തിരിച്ചും സെയിം റുട്ടീൻ തന്നെയാണ്. ഉറങ്ങണം. നാളെ രാവിലെ എണീച്ച് വീണ്ടും പണിക്ക് വരണം. അപ്പം എന്തായാലും വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻസും ചെയ്യുക. താങ്ക് യു ഓൾ. ബൈ.